നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ബിജെപിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നു കഴിഞ്ഞു. എ ക്ലാസ് മണ്ഡലമെന്ന് ബിജെപി പരിഗണിക്കുന്ന ഏതാണ്ട് ഒട്ടുമിക്ക മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബിജെപിയുടെ സ്ഥാനാർത്ഥികൾ കൂടി മത്സര രംഗത്തേക്ക് വരുമ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചില്ല എങ്കിലും ഏതാണ്ട് ഒരു ഊഹമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ മിക്ക മണ്ഡലങ്ങളിലും ഒരു ത്രികോണ മണ്ഡലത്തിന്റെ പ്രതീതി ഉളവാക്കുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയമാണ് ഇത്തവണ നടന്നിട്ടുള്ളത്. ഏതായാലും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് അസ്വാരസ്യം ഉയരുന്നത് ഇടയ്ക്ക് പതിവ് കാഴ്ചകളാണ്. എന്നാൽ ബി ജെ പിയിൽ ഇക്കുറി ആദ്യം അസ്വാരസ്യം പൊട്ടിപ്പുറപ്പെട്ടത് അത് സാധാരണഗതിയിൽ ബി ജെ പിയിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നത് പുറത്തറിയില്ല, പാർട്ടിക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. എന്നാൽ ഇത്തവണ കോട്ടയത്ത് നിന്നാണ്. കാഞ്ഞിരപ്പള്ളിയിൽ കേന്ദ്രമന്ത്രി കൂടിയായ ജോർജ് കുര്യനെ മത്സരിപ്പിക്കുന്നതിനെതിരെ കോട്ടയത്തെ ജില്ലാ അധ്യക്ഷൻ പരസ്യമായി തന്നെ രംഗത്ത് വന്നു. അഡ്വക്കേറ്റ് നോബിൾ മാത്യു ആണ് ഇതിനെതിരെ ആരോപണം ഉന്നയിച്ച് വന്നത്. നോബിൾ മാത്യുവിനെ സംബന്ധിച്ചിടത്തോളം നോബിൾ മാത്യു ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ആകെ 10 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. മാധ്യമങ്ങൾ അതിന് ചില ചമൽക്കാരങ്ങളൊക്കെ നൽകുന്നുണ്ട്. അതായത് ന്യൂനപക്ഷങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബി ജെ പിയിലേക്ക് വരാൻ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നോബിൾ മാത്യുവിന്റെ സംസാരം വലിയ പ്രശ്നമുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഏതായാലും ന്യൂനപക്ഷങ്ങൾ കൂടുതലായി ഇപ്പോൾ വരുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ന്യൂനപക്ഷങ്ങൾ പലപ്പോഴും ഇപ്പോൾ വന്നിട്ടുള്ളത് ജോർജ് കുര്യനെ പോലെയല്ല. ജോർജ് കുര്യൻ ആദ്യ കാലഘട്ടം മുതൽ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു ഗുണവും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാത്ത ഒരു കാലഘട്ടം മുതൽ ബി ജെ പിയോടൊപ്പം ഉറച്ചു നിന്ന നേതാവ് തന്നെയാണ് ജോർജ് കുര്യൻ. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കിയാൽ ഇപ്പോൾ നിരവധി പേർ ബി ജെ പിയിലേക്ക് വരുന്നുണ്ട്. 90% ആൾക്കാരും ബി ജെ പിയിലേക്ക് എത്തിച്ചേരുന്നത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എത്തിയിട്ടുള്ളതെല്ലാം തന്നെ സീറ്റ് തർക്കത്തെ തുടർന്നാണ്. അല്ലാതെ ജോർജ് കുര്യനെ പോലെ ആശയത്തിൽ ആകർഷകനായി അല്ല എന്നുള്ളത് പ്രധാനമായി നമ്മൾ ചിന്തിക്കണം. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് നോബിൾ മാത്യുവും അത്തരത്തിൽ തന്നെ പാർട്ടിയിലേക്ക് വന്ന ഒരാളാണ്. അതും കേരള കോൺഗ്രസിൽ നിന്ന് ഇവിടെ ബി ജെ പിയിലേക്ക് എത്തിച്ചേർന്ന ആളാണ്. ബി ജെ പിക്ക് വേണ്ടി അവിടെ വലിയ വിറക് കൊട്ടലും വിറക് വാരലും വിറക് വെട്ടലും വെള്ളം കോരലും ഒക്കെ ആയിരുന്നു എന്നൊക്കെ ഇപ്പോൾ ഏതായാലും നോബിൾ മാത്യു മാധ്യമങ്ങളിലൂടെ പറയുന്നത് കേട്ടു. ഏതായാലും അത് പാർട്ടിക്ക് വേണ്ടി ആയിരുന്നില്ല, താങ്കൾക്ക് വേണ്ടി ആയിരുന്നു എന്ന് താങ്കൾ തെളിയിക്കുക കൂടിയാണ് ഇപ്പോഴെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ബി ജെ പിയിലേക്ക് ഇപ്പോൾ നിരവധി പേർ ഒത്തുചേരുന്നുണ്ട്, ഒരുപാട് പേർ വന്നു ചേരുന്നുണ്ട്. വന്നു ചേരുന്നവർക്കൊക്കെ വലിയ അർഹതയ്ക്കും അപ്പുറത്തേക്കുള്ള മറ്റൊരു സംഘടനയുടെ ഭാഗമായി നിൽക്കുന്നവർ ഇവിടേക്ക് എത്തുമ്പോൾ അർഹതയ്ക്കപ്പുറമുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ബി ജെ പി പലപ്പോഴും അവരെ അംഗീകരിക്കുകയും അവരെ പാർട്ടിയിലേക്ക് ആനയിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുന്നത്. പക്ഷെ ഒരർത്ഥത്തിൽ അത് വലിയ തെറ്റ് തന്നെയാണ് ബി ജെ പി ചെയ്യുന്നതെന്ന് നോബിൾ മാത്യു തെളിയിച്ചിരിക്കുകയാണ്. കാരണം ഒരു പാർട്ടിയുടെ മറ്റൊരു പാർട്ടിയിൽ നിന്ന് വന്ന് ഒരു പാർട്ടിയുടെ ജില്ലാധ്യക്ഷൻ വരെ ആയിത്തീർന്ന നോബിൾ മാത്യു ഒരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് ബഹളമുണ്ടാക്കി മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചപ്പോൾ ഇനി ഇപ്പോൾ വന്നിട്ടുള്ളവരെല്ലാം സ്ഥാനാർത്ഥി മോഹികളും സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിനെ തുടർന്ന് വന്നവരുമാണ്. ഒരു സംശയവും അക്കാര്യത്തിലില്ല. അവരൊക്കെ നാളെ ഒരു പ്രശ്നം വരുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന ബി ജെ പി നേതൃത്വത്തിന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഒരു കാര്യം കൂടി പറയാം. നോബിൾ മാത്യു കേരള കോൺഗ്രസിൽ നിന്ന് വന്നതാണ്. കേരള കോൺഗ്രസോ കോൺഗ്രസ്സുകാർക്കോ ഒക്കെ അവര് ജനാധിപത്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്തും പറയുന്നവരാണ്. ഒരു സംഘടനാ സംവിധാനത്തിനകത്ത് നിന്നിട്ടുള്ളവരല്ല. നേരെ മറിച്ച് സി പി എമ്മിൽ നിന്ന് വരുന്നവരെ അത്രയധികം പേടിക്കേണ്ടതില്ല. സി പി എമ്മുകാർക്ക് കേഡർ സംവിധാനത്തിന്റെ പ്രസക്തി എന്താണെന്നും കേഡർ എന്താണെന്നും നന്നായി അറിയാം. അതുപോലെ തന്നെ ഒരു കേഡർ പാർട്ടിയായി ബി ജെ പിയിലേക്ക് എത്തിച്ചേരുമ്പോൾ ആ കേഡർ സംവിധാനം ഇല്ലാത്തവർ വരുന്നതിന്റെ ഒരു പ്രശ്നം സമീപ ഭാവിയിൽ ഉണ്ടാകുമെങ്കിൽ യാതൊരു സംശയവും ബി ജെ പി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും അത് തന്നെയാകും. കാരണം വരുന്നവർക്കൊക്കെ വലിയ പ്രാധാന്യം, വലിയ സ്ഥാനമാനങ്ങൾ നൽകിക്കൊണ്ടാണ് ബി ജെ പിയിലേക്ക് കൊണ്ടുവരുന്നത്. അതിൽ 1-2 പേരൊക്കെ ഇപ്പൊ ഷോൺ ജോർജ് അടക്കമുള്ളവർക്ക് ഏകദേശം ഒരു സി പി എമ്മിന്റെ ഭാഗമായൊക്കെ കുറെ കാലമെങ്കിലൊക്കെ പ്രവർത്തിച്ചതുകൊണ്ട് സി പി എമ്മിന്റെ ഭാഗം എന്ന് പറയാൻ കഴിയില്ലെങ്കിലും അവരുടെയൊക്കെ ഒരു മുന്നണിയിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളത് കൊണ്ട് എന്താണ് കേഡർ സംവിധാനം എന്നതിനെ കുറിച്ച് അറിയാം. അത് പി സി ജോർജിന് പോലും അറിയാം. പി സി ജോർജ് പോലും ബി ജെ പിയിലേക്ക് വന്ന ശേഷം അനാവശ്യമായി പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഏതെങ്കിലും നേതാക്കന്മാരെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല. പക്ഷേ മറ്റുള്ളവർ അങ്ങനെയല്ല. കേരള കോൺഗ്രസിൽ നിന്ന് വരുന്നവർ അത്തരത്തിൽ പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ജീവിതകാലം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി മാറ്റിവെച്ച ഒരാളാണ് ജോർജ് കുര്യൻ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ബി ജെ പി ഒന്നുമല്ലാതിരുന്ന കാലത്ത്, ബി ജെ പി ഒന്നും ആകില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ആകുമെന്ന് പോലും ഒരു പ്രതീക്ഷയില്ലാതിരുന്ന കാലത്ത് ബി ജെ പിയിലേക്ക് എത്തിച്ചേർന്ന ആളാണ്. അതുകൊണ്ട് ജോർജ് കുര്യൻ മത്സരിക്കുന്നതിനെയോ അല്ലെങ്കിൽ ജോർജ് കുര്യൻ ഏതെങ്കിലും സ്ഥലത്ത് മത്സരിക്കുമ്പോൾ വോട്ട് കിട്ടില്ല, എനിക്കാണ് അവിടെ പ്രാധാന്യം എന്ന് പറയുന്നതിൽ ഒരു കാര്യവും ഉണ്ട് എന്ന് തോന്നുന്നില്ല. സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ തന്നെ അതും പരസ്യമായി തന്നെ പ്രകടമാക്കുകയും ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ സംസാരിക്കാമായിരുന്നു, അത് മറ്റുള്ള നേതൃത്വങ്ങളോട് പറയുക, സംസാരിക്കുക എന്നതിനപ്പുറത്തേക്ക് എന്തായിരുന്നു കാര്യമെന്ന് അന്വേഷിക്കുന്നതിനപ്പുറത്തേക്ക് ഇത് പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും സീറ്റിന് അർഹത ഉണ്ടായിട്ടും കിട്ടാത്ത ഒരുപാട് നേതാക്കന്മാർ
ആ പാർട്ടിയിലേക്ക് വരാൻ തന്നെ ആഗ്രഹിച്ച എത്രയോ പേർ പുറത്തുണ്ട്. അവരെയൊക്കെ പാർട്ടി വലിയ രീതിയിൽ പരിഗണിക്കുന്നില്ല. പലരും പാർട്ടിയിലേക്ക് വരരുത് എന്ന് പാർട്ടിക്കാർ തന്നെ ആഗ്രഹിക്കുന്നുമുണ്ട്, ഒരു സംശയമില്ല. ബി ജെ പിയിലെ അതത് കാലങ്ങളിൽ നിലനിൽക്കുന്ന നേതാക്കന്മാർക്ക് ഇഷ്ടമുള്ളവരെ മാത്രമേ ആ സംഘടനയുടെ ഭാഗമാക്കൂ. ഇഷ്ടമില്ലാത്തവരെ ഒരിക്കലും ആ സംഘടനയുടെ ഭാഗമാക്കില്ല. അവരെത്ര കഴിവുള്ളവരായാലും അവരെ പുറത്തു നിർത്തി ഇങ്ങനെ സോപ്പിട്ട് അല്ലെങ്കിൽ പുറത്തു നിർത്തിക്കൊണ്ട് ഒരു രീതിയിലും പരിഗണിക്കാതെ പോകുന്നത് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഒരു മോട്ടോ തന്നെ, അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ മുന്നോട്ട് വെക്കുന്ന, അല്ലെങ്കിൽ അത് പറയുന്നില്ലെങ്കിൽ പോലും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. പക്ഷെ അപ്പോഴും മിണ്ടാതിരിക്കുന്ന ഒരുപാട് പ്രവർത്തകർ, അത് RSSനെയും BJPയും ഒക്കെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രവർത്തകരുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അത് മനസ്സിലാക്കണം. ഇത്രയും കാലം ഗുണഭോക്താക്കളോ ആയിട്ടല്ല ഇവിടുത്തെ പ്രവർത്തകർ നിന്നിട്ടുള്ളത്. അതുകൊണ്ട് ആശയപരം എന്നതിലുപരി അവർക്ക് വലിയ തരത്തിലുള്ള ആശയം മാത്രമല്ല, അവരുടെ ഒരു ഇമോഷൻ, അവരുടെ ഒരു ജീവിതത്തിന്റെ ഭാഗം, ജീവിതചര്യ അങ്ങനെ തന്നെ കണക്ക് കൂട്ടണം ഈ സംഘടനാ പ്രവർത്തനത്തെ. അതുകൊണ്ട് ഇങ്ങനെയുള്ളവർ ഈ ബഹളമുണ്ടാക്കി പറഞ്ഞ് പുറത്തു പോയത് കൊണ്ട് ഒരു കാര്യവുമില്ല. പുറത്തു പോകാമെന്നല്ലാതെ തന്നിനിറം വെളിച്ചത്താക്കുകയാണ്. ഇനി വരുന്നവർക്കും മര്യാദയ്ക്ക് പാർട്ടിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഒരു വെല്ലുവിളിയായിയാണ് ഇപ്പോൾ നോബൽ മാത്യു ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയിട്ടുള്ളത്. ഒരുപാട് കാലങ്ങളായി സംഘടനയിലൊക്കെ ഭാഗമായിട്ടുള്ള ഒരു ഗുണവും ഉണ്ടാകാത്ത ഒരുപാട് പ്രവർത്തകർ ഈ പാർട്ടിയിലുണ്ട്. അവരുടെയൊക്കെ രക്തത്തിന്റെ വിലയാണ് ഇപ്പോൾ BJP അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം പുറത്തുനിന്ന് വന്ന് 5-6 വർഷം തികയുമ്പോഴേക്കും സ്ഥാനമാനങ്ങൾ ലഭ്യമായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെളിവാരി എറിയുന്നത് ഒരു നല്ല പ്രവണതയല്ല. അത്തരത്തിലുള്ള ആൾക്കാരെ തീർച്ചയായും ഇപ്പോൾ സസ്പെൻഷൻ മാത്രമല്ല പടിക്ക് പുറത്തേക്ക് മാറ്റാൻ BJP തയ്യാറാകണം എന്നുള്ളതാണ് പറയാനുള്ളത്.